48 വോൾട്ടിൻ്റെ BMS ബാറ്ററി ചാർജിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ്. ആകെ 5 ബാറ്ററി വെച്ചിട്ടുള്ളൂ ഇതിൻ്റെ മേലുള്ള കളി. ഈ 5 ബാറ്ററി 2 ബാറ്ററിയാണ് ഇതിന് വരുന്നത്. ഈ 2 ബാറ്ററിയിലും 5 ബാറ്ററിയാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ 2 ബാറ്ററിയിൽ 5 ബാറ്ററിയും കൂടിയിട്ട് ഒറ്റ പീസിൽ, അതായത് ഇതിലൊരു 5 ബാറ്ററിയും കൂടി കൊള്ളുള്ളതുണ്ട്, ഭാഗമുണ്ട്. അതിൽ ഈ പുതിയ 5 ബാറ്ററിയും കൂടി എടുത്ത് ഫിറ്റ് ചെയ്യും. എന്നിട്ട് 10 ബാറ്ററി എക്സ്ട്രാ വേറെ ഒരു ബോർഡ് കൂടി ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ടോട്ടൽ രണ്ട് ബാറ്ററി ബോക്സായി, ചാർജിങ് സെക്ഷൻ സെപ്പറേറ്റ് 2 ആയി. അപ്പോൾ ഏകദേശം ഒരു 3.7 വോൾട്ടിൻ്റെയാണ് ബാറ്ററി. ഏകദേശം ഒരു 19-18 വോൾട്ടിൻ്റെ അടുത്ത് ടോട്ടൽ ചെയ്തെണ്ണം കിട്ടും. അപ്പോൾ ഈ BMSൽ ചെയ്യുന്ന പ്രത്യേകത എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡയറക്റ്റാണ് കംപ്ലീറ്റ് കണക്ട് ചെയ്തിട്ടാണ്. അതായത് പ്ലസ് മൈനസ് വെച്ചിട്ട് ഡയറക്റ്റ് കണക്ഷൻ കൊടുത്താണ്. അതിൽ പ്ലസ് മൈനസിൽ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിരുന്നു. ഈ BMS ബോർഡ് വഴി പ്ലസ് മൈനസ് കൂടിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തിരുന്നു. ആ കണക്ഷൻ ഇതിൽ ഒഴിവാക്കിയിട്ടുണ്ട്. ഈ ഒരു ബാറ്ററിയിൽ ആ കണക്ഷൻ ഒഴിവാക്കി. ഇത് പ്ലസ് മൈനസ് മാത്രം സെപ്പറേറ്റ് എടുത്തിട്ട് ആണ് ഈ ബോർഡിലേക്ക് കണക്ട് ചെയ്യണത്. ഇത് ചാർജിങ്ങിൻ്റെ ഇൻപുട്ടാണ്. അപ്പോൾ ഇതിലേക്ക് കണക്ട് ചെയ്തിടും. ഈ കണക്ട് ചെയ്തിട്ടുണ്ട് വെച്ചാൽ 19 വോൾട്ടിൽ ഈ ബാറ്ററി ചാർജ് ആവും. നമുക്ക് അത്യാവശ്യം വേണ്ട ഗണ്ണിനുള്ള പവർ അത്യാവശ്യം ഇതിൽ കിട്ടും. ഒറ്റ ബാറ്ററിയിൽ കാര്യങ്ങൾ നടക്കും. പിന്നെ അടുത്ത ബാറ്ററി സെപ്പറേറ്റ് ഒന്നും കൂടി 10 ബാറ്ററി സെപ്പറേറ്റ് വെച്ച് ചെയ്യാം. അപ്പോൾ ഈ 10 ബാറ്ററി വെച്ചിട്ട് നല്ലൊരു ചാർജിങ് ബോക്സ് തന്നെ ഉണ്ടാക്കിയെടുക്കാം ബാറ്ററിയിൽ. അതാണ് ഇനി ചെയ്യാൻ കണ്ടിരിക്കുന്നത്. അല്ലാതെ ഇതിൽ ഈ BMS ബോർഡിൽ ചെറിയ കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ വരും. അതുകൊണ്ടാണിത് സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയെടുക്കുന്നത്. ഇത് കംപ്ലീറ്റ് മാറ്റിയെടുത്താണ്. ഇത് പ്ലസ് മൈനസ് മാത്രമേ കൊടുക്കാറുള്ളൂ. ഇനിയിപ്പോൾ ഇതിൽ ഈ ബാറ്ററി പ്ലസ് മൈനസ് ചെയ്തിരുന്ന ബാറ്ററിയാണ്. കറക്റ്റ് കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ സെപ്പറേറ്റ് പ്ലസ് മൈനസ് കൊടുത്തിരിക്കുന്ന ബാറ്ററികൾ കണക്ഷൻ മാത്രം ഒഴിവാക്കിയിട്ട് ഓരോ എൻഡിൽ നിന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ ടോട്ടൽ ഇപ്പോൾ ഇനി ഏകദേശം ഒരു 18.19 വോൾട്ട് ഡയറക്റ്റ് കിട്ടേണ്ടതാണ്, പ്ലസ് മൈനസിൽ മാത്രം കേട്ടോ. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇതിൽ ചാർജിങ് ചെയ്യാത്ത കാരണം ഇതിൽ വോൾട്ട് കറക്റ്റ് ഉണ്ടാവില്ല. ഇതിന് ചാർജിങ്ങിനുള്ളൊരു ചാർജർ വാങ്ങുന്നുണ്ട്. ഏകദേശം ഒരു 21 വോൾട്ട് 19 വോൾട്ടിൻ്റെ ചാർജർ മതി. അപ്പോൾ ഇത് എത്ര ഈ ചാർജ് ഉണ്ടെന്ന് ഇതിൽ ചെക്ക് ചെയ്ത് നോക്കാം. ഇതിലുള്ള ചാർജ് ഏകദേശം 15 വോൾട്ട് ഉണ്ട്. ഒരു ഏകദേശം ഒരു 3 വോൾട്ട് 4 വോൾട്ട് കുറവാണ് ഇതിൽ 19 വോൾട്ടിന്. ഇത് കറക്റ്റ് 19 വോൾട്ടിന് ചാർജ് ചെയ്യണമെന്ന് വെച്ചാൽ ഏകദേശം ഒരു 20-21 വോൾട്ടിൻ്റെ ചാർജർ കിട്ടും. 19 വോൾട്ട് ആയാലും കുഴപ്പമില്ല. അപ്പോൾ ഈ 2 ബാറ്ററി കൂടിയിട്ട് ഇനി ഒന്നാക്കി എടുക്കാനാണ് പോകുന്നത്. ഒറ്റ ബാറ്ററി ബോക്സ് മതി. അടുത്ത് സെപ്പറേറ്റ് ഒന്നുകൂടി ചെയ്താൽ 2 ബാറ്ററി ബോക്സായി. ഇപ്പോൾ 2 ബാറ്ററിയും കൂടി ഒന്നായ ഒന്നുകൂടി പവർ കിട്ടും, കുറച്ച് ടൈമും കൂടുതൽ കിട്ടും. അപ്പോൾ ഗണ്ണ് ഒഴിവാക്കേണ്ടിയിരുന്നില്ല. ഗണ്ണ് ഒന്നുകൂടി സെപ്പറേറ്റ് ഒന്നുകൂടി മോഡലാക്കി ചെയ്തെടുക്കുക. അതാണ് ഇതിൻ്റെ പവർ കൂട്ടിയെടുക്കുക ആണ് ഉദ്ദേശിക്കുന്നത്.